ഈ അടുത്ത കാലത്ത് സ്വീഡനിൽ നിന്ന് ഒരു 50 വയസ്സിന് മേളിലുള്ളൊരു പുള്ളിക്കാരത്തി ഇങ്ങോട്ട് ഒരു ഇമെയിൽ വിട്ടു. തൂത്തുട്ടി ധ്യാന കേന്ദ്രത്തിലെ പാലിയേറ്റീവ് സെൻ്ററിൽ എനിക്കൊന്ന് വർക്ക് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ആരോ പറഞ്ഞു കേട്ടോ, അവിടെ ഇവിടെ വന്ന് ആരോ ഇവിടെ എങ്ങാണ്ടൊരു സെൻ്ററുണ്ട് എന്ന് പറഞ്ഞു കേട്ട്. അങ്ങനെ അവരിങ്ങോട്ട് ഇമെയിൽ ചെയ്തു. ഞങ്ങൾ സ്വാഗതം ചെയ്തു. വരുന്ന ദിവസം എയർപോർട്ടിൽ ചെന്നു. പ്രിയമുള്ളവർ, എയർപോർട്ടിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ വന്ന പുള്ളിക്കാരത്തിക്ക് ഇംഗ്ലീഷ് അറിയാൻ മേല. പുള്ളിക്കാരത്തിയോട് ചോദിച്ചു അവരെവിടെ പോകാമെന്ന് ചോദിച്ചപ്പോൾ അവർ മോർ ഗ്രിഗോറിയൻ സെൻറ്റർ. മണർകാട്ട് കവലയിലുള്ളവർക്ക് അറിയാൻ മേല മോർ ഗ്രിഗോറിയൻ സെൻറ്റർ ഏതാണ്. എയർപോർട്ടിൽ ചെന്ന് ഇത് പറഞ്ഞാൽ വല്ലതും മനസ്സിലാകും. അവരേത് മോർ ഗ്രിഗോറിയൻ സെൻറ്റർ? അവരെ കൊണ്ടുപോയി ഹെൽപ്പ് ഡെസ്കിൻ്റെ അടുത്ത് നിർത്തി. കയ്യിലുണ്ടായിരുന്ന ഫോണിൽ അവർ പുറത്തേക്ക് വിളിച്ചപ്പോൾ നമ്മുടെ ആളുകൾ പറഞ്ഞ് ഞങ്ങൾ പുറത്തുണ്ട്, ആരാന്നെങ്കിൽ വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ സ്ത്രീ വന്ന് വണ്ടിയെ കയറി പോന്നു. ഭാഷ അറിയാൻ മേലെ അറിഞ്ഞോടുകൂടി പ്രിയമുള്ള ഇവിടുത്തെ പിള്ളേർക്കെല്ലാം വല്ല സന്തോഷമായി. കാരണം എന്താണ്, അവരെല്ലാം ചെന്ന് വർത്തമാനം പറയുക. കാരണം ഭാഷ അറിയാൻ മേലല്ലോ. സാധാരണ സായിപ്പ് വന്നു കഴിഞ്ഞാൽ പിള്ളേർ ഓട്ടമാണ്. കാരണം എന്താണ്, ഇംഗ്ലീഷ് അറിയാൻ മേലാത്തോട് ഓടുക. ഇതിപ്പോൾ എന്താണ്, എന്നാ വേണേലും പറയാമല്ലോ. അങ്ങനെ പുള്ളിക്കാരത്തി ഇവിടെ ശുശ്രൂഷയായി. അപ്പോൾ ഭാഷ അറിയാൻ മേലാത്തതുകൊണ്ട് നമുക്ക് എന്നെ ഏതാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാനും പറ്റുന്നില്ല. എന്തായാലും അത്യാവശ്യം അറിയാവുന്ന ഭാഷയൊക്കെ വെച്ചൊക്കെ എല്ലാവരും ചോദിച്ചൊക്കെ മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുക പ്രിയമുള്ളവരെ, അപ്പോഴാണ് പുള്ളിക്കാരത്തി ഈ ധ്യാനത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയത്. അതൊന്നും അവർക്കൊന്നും അറിയാൻ പോലും മേല ഇങ്ങനെ എന്നാ സംഭവം. അങ്ങനെ ഇവിടെ ഇങ്ങനെ പാട്ടും ഒക്കെ കേട്ട് അവർ ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെ ഒരു ദിവസം ആ പുള്ളിക്കാരത്തി ഒരു 2 മണിയായപ്പം താഴെ വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ഒന്ന് പേഴ്സണലായിട്ട് കണ്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചൊന്ന് പ്രാർത്ഥിക്കാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ ഭാഷയും മനസ്സിലാകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഒരു 3:30 വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ ഒരാളെ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് ഒരാളെ അന്നേരം നമുക്ക് വിളിക്കാം. ഒരു 3:30 വരെ കഴിയുമ്പോൾ വന്നാൽ മതി, അതുകൊണ്ട് തിരിച്ചു പോക്കളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പതുക്കെ അകത്ത് കയറി. എനിക്കാണെങ്കിൽ അന്നേരം പ്രാർത്ഥിക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നുമല്ല. ഈ സഭാ പ്രശ്നവും ആ പ്രശ്നവും ഈ പ്രശ്നവും ഇവിടുത്തെ കടബാധ്യതയൊക്കെ കാരണം പ്രിയമുള്ളവർ വളരെ ടെൻഷനിലിരിക്കുകയാണ് ഈ പകൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടേ വരാവുള്ളൂ. കാരണം എന്താണെന്നറിയോ, വളരെ ടെൻസ്ഡായിട്ടിരിക്കുന്ന സമയത്ത് വന്നാൽ ഒരു കാര്യവും എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ പതുക്കെ അകത്ത് കയറിയിട്ട് എന്ത് ചെയ്യുന്നറിയോ, കുറ്റി കിട്ടേച്ച് കട്ടിലേക്ക് കയറിക്കണം, ഒറ്റ ഉറക്കം വെച്ച് കൊടുത്ത്. ഞാൻ 3:30 എഴുന്നേക്കാമെന്നാണ് വിചാരിച്ചത്. ഞാൻ 5:30 എഴുന്നേറ്റത്. 5:30 എഴുന്നേറ്റ് കണ്ണുമൊക്കെ തിരുമ്മി ഞാൻ പുറത്തിറങ്ങി വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച 2:30 മണി മുതൽ 5:30 മണി വരെ ആ പ്രിയമുള്ളവർ അവിടെ ഒരു കല്ല് കെട്ടിയിട്ടുണ്ടല്ലോ, അതിൻ്റെ മേളിൽ പുള്ളിക്കാരത്തി ഇരിക്കുക. എനിക്ക് ആകെപ്പാടെ മനപ്രയാസമായി. ഞാൻ പുറത്തിറങ്ങി പോയില്ലേ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഇല്ല ഞാനിവിടെ ഇരിക്കുകയായിരുന്നു, വെയിറ്റ് ചെയ്യായിരുന്നു 3:30 മണിക്കൂർ. നമ്മളാണെങ്കിലോ പ്രിയമുള്ളവരെ, നമ്മളാണെങ്കിൽ സമ്മതിക്കുമോ? നമ്മളാണെങ്കിൽ പറയും, ആ ബിഷപ്പിൻ്റെ ഒരു അഹങ്കാരം, മുള്ളി കണ്ടില്ലേ, ഞാനിപ്പോൾ പോവാം. എന്തായാലും ആ സ്ത്രീ അവിടെ എളിമയോടെ വെയിറ്റ് ചെയ്തു. എനിക്ക് അന്നേരം ഭയങ്കര സങ്കടം. എനിക്ക് ഈ മനുഷ്യരെ വെയിറ്റ് ചെയ്യിക്കുന്ന ഇത്രയും ദുഃഖമുള്ളൊരു കാര്യമില്ല. ഒരു മനുഷ്യനെ എന്ത് ചെയ്യരുത്, നമ്മൾ മൂലം, നമ്മുടെ ഒരു ബുദ്ധി കാര്യം മൂലം, നമ്മുടെ ഒരു പ്രവൃത്തി ദോഷം കൊണ്ട് ഒരു മനുഷ്യൻ്റെ 1 മിനിറ്റ് പോലും നഷ്ടപ്പെടരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ദുഃഖിതനായിട്ട് ഇറങ്ങി. പക്ഷേ എനിക്ക് ഈ ഉറക്കക്ഷീണം കാരണം മേലെ ഞാൻ എന്ത് ചെയ്ത്, ഇവിടെ ഇച്ചിരി വരദാനങ്ങളൊക്കെ ഉള്ള 2-3 പിള്ളേരൊക്കെ ഉണ്ട്, അവരെല്ലാം വിളിച്ച് എന്നിട്ട് പറഞ്ഞു, വാ നമുക്ക് വട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ എനിക്കറിയാം ഇവർക്കൊക്കെ എന്തെങ്കിലും വല്ല സന്ദേശമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് കൊടുത്ത് ഒപ്പിച്ച് റെഡിയാക്കി വിടാമെന്ന് വിചാരിച്ച് ഞാനിരുന്നു. അങ്ങനെ വന്നിരുന്ന് ഞാൻ കണ്ണടയ്ക്കുമ്പോൾ പ്രിയമുള്ളവർ, ആദ്യം കാണുന്ന കാഴ്ച ഒരു ഡയറിയാണ്. ഞാൻ കണ്ണടയ്ക്കും ഒരു ഡയറി. അവസാനം ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, ഞാൻ ഒരു ഡയറി നിങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കും കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ ഇംഗ്ലീഷുകാരും ഡയറി എഴുതുന്നവരാണ്. നമ്മുടെ എല്ലാ ദിവസത്തെ കാര്യമൊക്കെ എഴുതും. അപ്പോൾ ആ ചോദ്യത്തിനൊരു പ്രസക്തിയില്ല. പക്ഷേ ദൈവം എന്നോട് ചോദിക്കാൻ പറഞ്ഞതാണ്, നീ ഡയറി എഴുതുന്ന ആളാണോ? എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾ ഡയറി എഴുതുന്ന ആളാണോ എന്ന് കർത്താവ് ചോദിക്കുന്നു. എൻ്റെ മനസ്സിൽ ശക്തമായൊരു ചിന്ത വരുന്നു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഡയറി എഴുതുന്ന ആളാണ്. അതിനൊരു പ്രസക്തിയില്ല പ്രിയമുള്ളവർ. ഞാനും വല്ലാതെ ഇരിക്കുക. കാരണം എന്താണ്, ഈ ചോദ്യത്തിനൊരു പ്രസക്തിയില്ല. കാരണം എന്താണ്, ഇംഗ്ലീഷുകാരെല്ലാം ഡയറി എഴുതുന്നവരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി. വളരെ ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് ഒരു കാര്യം, നീ ഡയറി എഴുതാൻ തുറന്നു വച്ചിട്ട് വേദനയോടെ എഴുതാതിരുന്ന ഒരു കാര്യമുണ്ട്.
ആ വേദന ഞാൻ മനസ്സിലാക്കുന്നു. ആ വേദനയിൽ നിന്നിൽ നിന്ന് ഞാൻ എടുത്തു മാറ്റാൻ ആഗ്രഹിക്കുന്നു. അതിനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡയറി എടുത്ത് വച്ചിട്ട് എഴുതാനായിട്ട് പേനായും എടുത്തു, പക്ഷേ എഴുതാൻ പറ്റിയില്ല. എഴുതാൻ നിങ്ങൾക്കൊരു വിഷമം. ആ വിഷമത്തിന് പരിഹാരം നൽകാനാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് കർത്താവ് പറയുന്നു. ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞ്. പ്രിയമുള്ളവരത് സംഭവം എന്നറിയോ? ആ സ്ത്രീയുടെ ഭർത്താവിന് ആരാണ്ടുമായിട്ട് ഒരു ചെറിയ പ്രശ്നമൊക്കെ, സായിപ്പല്ലേ, ഇങ്ങനെ ഏതാണ്ടൊക്കെ ബന്ധമുണ്ട്. ഇത് ഡയറി എടുത്ത് എഴുതാനൊരുങ്ങിയപ്പോൾ പിള്ളേരെങ്ങാനും നാളെ കണ്ടെങ്കിലോ എന്നോർത്ത് അവർ വേദനിച്ചിട്ട് എഴുതാതെ മടക്കി വെച്ച്. എന്നിട്ട് അവരൊരു പ്രതികാരം എന്ന നിലയിലെടുത്ത തീരുമാനമാണ് ഉള്ള കാശും കൈപ്പിടിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ടിക്കറ്റ് എടുത്ത് ഇന്ത്യക്ക് യാത്ര ചെയ്തത്. ഇവിടെ വച്ച് ആ സ്ത്രീ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട്, എന്നിട്ട് കർത്താവ് ആ പറഞ്ഞ വാക്ക് എന്നെയും സ്വാധീനിച്ച്. ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ വേദനിച്ച് ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ അയലോക്കത്തിരിക്കുന്ന ആൾക്ക് നമ്മളെ വേദനിപ്പിച്ചവർക്ക് പോലും അറിയാൻ മേല നമ്മുടെ വേദന. പക്ഷേ ആർക്കറിയാം? യേശുവിനറിയാം. അത്രയും ക്ലോസാണ് ആര്? പരിശുദ്ധാത്മാവ് നമ്മളോട്. മനസ്സിലായോ? പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളോട് അത്രയും ക്ലോസാണ്. ഒരു പക്ഷേ കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യാൻ ചെന്നപ്പോൾ ചിലരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി ആദ്യത്തെ ദിവസമൊക്കെ കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ വരദാനങ്ങളിലൂടെ കൗൺസിലിംഗ് നടന്നപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നത് ആ ബ്രദേഴ്സൊക്കെ ചിലപ്പം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു കാണും. എന്താ ഇതിൻ്റെ അർത്ഥം എന്നറിയാമോ? നമ്മളന്നേരം പിന്നെ ആ ബ്രദറിൻ്റെ പുറകെ പിന്നെ നടക്കും. ബ്രദറെ ആ ഫോൺ നമ്പർ ഒന്ന് തരാമോ? പിന്നെ നാളെ തൊട്ട് ബ്രദറിനെ വിളിയാ. സത്യത്തിൽ അന്നേരം നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയോ? നിങ്ങളുടെ ദൈവം പരിശുദ്ധാത്മാവ് നിങ്ങൾ കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും നിങ്ങൾ ചിന്തിക്കുമ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. അതാ മനസ്സിലാക്കേണ്ടത്. എന്തൊരു സംഭവം ഒന്നാലോചിച്ച് നോക്കി. നമ്മുടെയൊക്കെ കൂടെ എല്ലാവർക്കും വരാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷേ ദൈവം നമ്മുടെ കൂടെ നടക്കുന്നു. ഞാനൊരിക്കലും ഒരു ധ്യാനത്തിന് ചെന്ന് അങ്ങോട്ട് കയറി അവിടെ കൗൺസിലിങ്ങിന് ഇരിക്കുന്നതിന് തൊട്ടും ഇരുന്നു. അപ്പോൾ ആ കൗൺസിലർ കണ്ണടച്ച ചൊറ്റപ്പുറച്ചിൽ അച്ഛൻ്റെ തൊണ്ടയിലും നടുവിനും കർത്താവ് തൊടുന്നു. പ്രിയമുള്ളവർ, എനിക്ക് തൊണ്ടയ്ക്കും പ്രശ്നമാണ്, രോഗമാണ്, നടുവിനും രോഗമാണ്. കറക്റ്റ് 2 രോഗവും പിടിച്ചു. ഒരിക്കൽ ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ, പ്രിയമുള്ളവരെ, അച്ഛനാണെന്നറിയാതെ ധ്യാനത്തിന് പോയി. അവിടെ വലിയ ശുശ്രൂഷകരുടെ ധ്യാനം നടക്കുക. അപ്പം ഞാൻ പതുക്കെ ഈ ധ്യാന ശുശ്രൂഷ നടത്തുന്ന ശുശ്രൂഷകർ ഇതുപോലെ വോളണ്ടിയേഴ്സിൻ്റെ ശുശ്രൂഷയാണ്. അപ്പോൾ അതിനകത്ത് ഞാനും പോയി അവിടെ ഇരിക്കുകയാണ്. എന്നെ ആരും തിരിച്ചറിയാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും ഞാൻ പ്രത്യേകം എടുത്തിട്ടുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി ആളെ വിടുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ ചാടി ഓടിപ്പോയി ആദ്യമേ ഭക്ഷണം കഴിക്കും. കഴിച്ചേച്ച് ആളുകൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ അപ്പുറത്തോടെ ഇറങ്ങി എന്ത് ചെയ്യും? അപ്പുറത്തെ റബ്ബർ തോട്ടത്തിലോട്ട് അങ്ങ് പോകും. എന്നിട്ട് ധ്യാനം തുടങ്ങി കൈകൊട്ടും പാട്ടുമൊക്കെ തുടങ്ങി കഴിയുമ്പോൾ പുറകെ വന്നിരിക്കും. ഇങ്ങനെ ഞാൻ ഇവരെ ആരുടെ നിന്ന് പിടികൊടുക്കാതെ ഇങ്ങനെ പോവുകയാണ്. ഒരു ദിവസം ഭക്ഷണം കഴിഞ്ഞ്, പ്രിയമുള്ളവരെ, ഞാൻ പെട്ടെന്ന് അപ്പുറത്തോടെ നടന്ന് ഇങ്ങനെ പോകുമ്പോൾ 1-2 പേരെ കൈലിയിലൊക്കെ പോകുന്നു. ഞാൻ അവരെ മൈൻഡ് ചെയ്യാതെ നേരെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ എൻ്റെ പുറകെ ഒരു പുള്ളിക്കാരത്തി നടന്നു വരുന്നു. ഞാനന്നേരം ഇച്ചിരി സ്പീഡങ്ങ് കൂട്ടി. ഉടനെ ആ പുള്ളിക്കാരത്തി ഇച്ചിരി സ്പീഡ് കൂട്ടി. ഞാൻ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി. അപ്പോൾ ആ പുള്ളിക്കാരത്തെയും കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി. അപ്പം ഞാനൊന്നും അറിയാത്ത മട്ടി ഞാൻ തിരിഞ്ഞിങ്ങനെ നോക്കി. ഉടനെ എന്നോട് ചോദിച്ചു, അച്ഛനല്ലേ നീ? അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ. അപ്പോൾ ഞാൻ എങ്ങനെ മനസ്സിലായി? ഞങ്ങൾ ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ ഈ ധ്യാനത്തിനകത്ത് ഒരു വൈദികനുള്ളതായിട്ട് കർത്താവ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഞങ്ങൾ ആ വൈദികന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മുഖം എനിക്ക് തെളിഞ്ഞു വന്നു. അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. ഉടനെ പുള്ളിക്കാരത്തി വിട്ടില്ല. പുള്ളിക്കാരത്തി പറഞ്ഞു, യേശു 2 കാര്യങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ദൈവം അനേകം വചനങ്ങൾ നാവിൽ നൽകിയിട്ടുണ്ട്. ശരിയായിരുന്നു. എനിക്കാണെങ്കിൽ ബൈബിൾ വാക്യം എന്ന് പറഞ്ഞ ഒരു ഇതായിരുന്നു. ഇഷ്ടം പോലെ ബൈബിൾ വാക്യം പഠിച്ചിട്ടുള്ള ഒരാളാണ്.
അപ്പോൾ 2 സന്ദേശം കറക്റ്റായി. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഇതൊക്കെ വെറുതെ പറയുന്നതല്ല, ഏകദേശമൊക്കെ ശരിയാണെന്ന് മനസ്സിലായി. അതിനുശേഷം പ്രിയമുള്ളവരെ, ഞാൻ വേറൊരു സ്ഥലത്ത് ധ്യാനത്തിൽ പോയി. ബിഷപ്പായ ശേഷം ഞാനൊരു ധ്യാനത്തിൽ പങ്കെടുത്ത്. അപ്പോൾ അവിടുത്തെ അച്ഛന്മാർക്കൊക്കെ എന്നോട് വലിയ സ്നേഹവും ബഹുമാനമൊക്കെ. അങ്ങനെ സ്നേഹവും ബഹുമാനമായിട്ടിരിക്കുന്ന സമയത്ത് പ്രിയമുള്ളവർ, അവിടുത്തെ അച്ഛൻ വന്ന് പറഞ്ഞു, ബിഷപ്പുമാർക്കും അച്ഛന്മാർക്കും വേണ്ടി മാത്രം കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു സിസ്റ്ററുണ്ട്. ആ സിസ്റ്ററിൻ്റെ അടുത്ത് പിതാവിനൊന്ന് പോയി ഇരിക്കുകയാണെങ്കിൽ ഒത്തിരി പ്രയോജനം. ഞാൻ പറഞ്ഞ സിസ്റ്റർമാരാണ് ബിഷപ്പുമാരെ കൗൺസിൽ ചെയ്യുന്നത്. ബിഷപ്പുമാരെ കൗൺസിൽ ചെയ്യുകയാണെങ്കിൽ ഒന്നീ മാർപ്പാപ്പ, അല്ലെങ്കിൽ കർദിനാൾ, അങ്ങനെയൊക്കെ വേണം. നമുക്ക് എളിമയെന്ന് പറയുന്ന ഈ അച്ഛന്മാർക്കും ബിഷപ്പുമാർക്കും ഒരു ശകലം പോലും ഇല്ല. അതൊരു സത്യം. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. അച്ഛന്മാർക്കും അത് വളരെ കുറവാണ്. ഞാൻ അച്ഛനായിരുന്നപ്പോഴേ എനിക്കും മനസ്സിലായിട്ടുണ്ട്. അച്ഛന്മാർക്ക് ബിഷപ്പുമാർക്ക് ഈ താന്നു കൊടുക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ എന്തായാലും അച്ഛൻ പറഞ്ഞ ആ സിസ്റ്റർ വന്നു. വളരെ ബഹുമാനത്തോടെ സിസ്റ്റർ എന്നെ ഒരു കസേരയ്ക്ക് ഇടിയിരുത്തി കണ്ണടച്ച്. പുള്ളിക്കാരത്തി പ്രിയമുള്ളവർ ചെറിയൊരു പ്രാർത്ഥന പോലെ, മാതാവ് ചില കാര്യങ്ങൾ പറയുന്നു, എൻ്റെ മകനെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ ജന്മം മുതൽ ഞാൻ അരമനയിൽ നിന്ന് തലേ ദിവസം മനസ്സിൽ ചിന്തിച്ച കാര്യം വരെ ഇടതൂർന്ന് മൊത്തം കാര്യം പറഞ്ഞു. റിയൽ. ചെറുപ്പകാലം മുതൽ ഇങ്ങോട്ട് നമ്മുടെ വീഴ്ചകളും താഴ്ചകളും നന്മകളും നമ്മുടെ തീരുമാനങ്ങളും തീരുമാനത്തിലെ വ്യതിചലനങ്ങളും രോഗങ്ങളും കംപ്ലീറ്റ് കാര്യം പറഞ്ഞ് അവസാനം എന്നോടൊരു ചോദ്യം. പിതാവ് ഇന്നലെ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് പോരുന്നതിൻ്റെ തലേ ദിവസം മുറിയുടെ വാതിക്കൽ നിന്ന് ഒരു കാര്യം ചിന്തിച്ചു. അതിതായിരുന്നു, ദൈവമേ, ഒരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് പെങ്ങന്മാരില്ല, പെങ്ങളുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് ചിന്തിച്ചു. ആ കാര്യം വരെ ഈ പുള്ളിക്കാരത്തി പറഞ്ഞു. എനിക്ക് അത്ഭുതമായി. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ ചിന്തിച്ച് ദൈവം എന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുപോയ വഴികളിലെല്ലാം എൻ്റെ വീഴ്ചകളിലും താഴ്ചകളിലും പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും കണ്ണീരിലും എല്ലാം ആര് കൂടെ ഉണ്ടായിരുന്നു? പരിശുദ്ധാത്മാവ്. ഇതെന്നെ എൻ്റെ ഭാരങ്ങളിൽ നിന്ന് ഒത്തിരി എന്നെ വിമോചിപ്പിച്ച്. അപ്പോൾ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവാകുന്ന ദൈവം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. നിങ്ങൾക്കറിയാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. അതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് പരിശുദ്ധാത്മ വരദാനങ്ങളിലൂടെ ചില അടയാളങ്ങൾ നൽകുന്നത്. അതിനുശേഷം പിന്നെ ദൈവം അത്ഭുതകരമായി പല വഴി നടത്തലുകളും ഇവിടെ ദൈവം, പിന്നെ എനിക്കും കർത്താവ് ഇങ്ങനെ പലപ്പോഴായിട്ട് ഈ അനുഭവങ്ങളൊക്കെ നൽകാൻ തുടങ്ങി. അപ്പോൾ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളിൽ അവൻ്റെ അമ്മയുടെ ഉദരം മുതൽ അവൻ മരിക്കുന്നിടം വരെ അവൻ്റെ കൂടെ, മരിക്കുമ്പോഴല്ല അതിന് ശേഷം അവൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഒരു ദൈവം നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും ഭാരപ്പെടുത്തുന്നതും വഞ്ചിക്കുന്നതുമായ പ്രവൃത്തികൾ ചെയ്യരുത്. അപ്പോസ്തലപ്രവൃത്തികൾ 5-ാം അധ്യായം. അനന്യാസ്, സഫീറ എന്ന് പറയുന്ന ഒരു ഭാര്യ ഭർത്താക്കന്മാരുണ്ടായിരുന്നു. പ്രിയമുള്ളവർ, അന്നത്തെ കാലത്ത് 4-ാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ അപ്പോസ്തലന്മാരുടെ കാലത്ത് ജനങ്ങൾ പരിശുദ്ധാത്മാവോട് നിറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവോട് നിറഞ്ഞ ജനം എന്നായെന്നറിയോ? അവർ ചിന്തിച്ച്, സ്വത്തും സമ്പത്തൊക്കെ ഇനി എന്നെടുക്കാനാ, അതങ്ങ് വിറ്റേക്കാം, വിറ്റിട്ട് സഭ വളരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ സ്വത്തും സമ്പത്തും നേരെ കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ച്. അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടല്ലത്, അവർക്ക് പ്രചോദനം കിട്ടിയിട്ട് ചെയ്യുന്ന. എല്ലാവരും അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വത്ത് വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ച്. എല്ലാവരും വെക്കുന്ന കണ്ടപ്പം അനന്യാസിന് സഫീറായിക്ക് ഒരു തോന്നൽ, എല്ലാവരും കൊടുത്തിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മൾ സഭയെ മോശക്കാരനാകുകയല്ലേ. അവർ തീരുമാനിച്ച് എല്ലാവരും വിൽക്കുന്നത് പോലെ നമുക്കും വിൽക്കാം. അങ്ങനെ അവർ സ്വത്ത് വിറ്റ്. എന്നിട്ട് ഭാര്യ ഭർത്താവിന് പറഞ്ഞു, നിങ്ങൾ ഈ അപ്പോസ്തലന്മാർ ഇന്ന് നാളെ ചത്തുപോകും. ചത്തുപോയി കഴിയുമ്പോഴത്തേനും ഈ കൊടുത്ത സ്വത്ത് നാളെ എന്തു ചെയ്യും? ആ വഴിക്ക് പോകും. അതുകൊണ്ട് മുഴുവൻ കൊടുക്കണ്ട, മുഴുവൻ ഉണ്ടെന്നങ്ങ് പറഞ്ഞാൽ മതി. മുഴുവൻ സ്വത്തും ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ കൊടുക്കുമ്പോൾ എത്ര കൊടുത്താൽ മതി? 50%. പ്രിയമുള്ളവരെ, എൻ്റെ പേരിൽ 10 സെൻറ്റ് സ്ഥലമുണ്ട്.
ഞാൻ 10 സെൻറ്റ് സ്ഥലം വിറ്റു. ഞാൻ അതിൽ 5 സെൻറ്റിൻ്റെ കാശ് പള്ളിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് പാപമാണോ? പാപമാണോ? അല്ല. പിന്നെ ഇവരെന്നാ ചെയ്തത്? ഇവരെന്നാ പാപം ചെയ്തെന്നായി പറയുന്നത്? പരിശുദ്ധാത്മാവിനെ എങ്ങനെ വേദന എടുത്തത്? വഞ്ചിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോസ്തലൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വഞ്ചിച്ചു. എന്താ അവരുടെ പാപം? പ്രിയമുള്ളവരെ, മുഴുവൻ എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുമ്പം മുഴുവൻ കൊടുത്തേക്കാമെന്ന് പറഞ്ഞിട്ട് പകുതി കൊടുത്ത്, എന്നിട്ട് പകുതി ഒളിപ്പിച്ചു വെച്ചു. അതാ പാപം. പത്രോസ് ചോദിച്ചു, സ്ഥലം നിങ്ങളുടേതല്ലായിരുന്നോ? വിറ്റ് കിട്ടിയ കാശും നിങ്ങളുടേതല്ലായിരുന്നോ? എന്തിനാ നിങ്ങളുടെ മനസാക്ഷിയിൽ ഈ വഞ്ചന ചെയ്തത്? അതാ ചോദിച്ചത്. നിങ്ങളുടെ കാശ് ഇവിടെ കൊണ്ടുവന്നോണം, കുടിശ്ശിക എഴുതിയിട്ടുണ്ട്, അതല്ല പറഞ്ഞത്. 50% നിങ്ങൾ മാറ്റിവെച്ചെന്തിനാ? നിങ്ങളുടെ സ്വത്തായിരുന്നു. നിങ്ങൾ പറഞ്ഞാൽ പോരെ, എല്ലാവരും മുഴുവൻ കൊടുത്തപ്പോൾ ഞങ്ങൾ പകുതിയെ കൊടുക്കുന്നുള്ളൂ പറഞ്ഞാൽ പോരായിരുന്നോ? എന്തിനാ ഈ മുഴുവൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പകുതി മാറ്റിവെച്ചത്? അത് കള്ളത്തരമല്ലേ? പരിശുദ്ധാത്മാവിന് ഈ കള്ളത്തരം സഹിക്കുകയില്ല. ഈ കള്ളത്തരം ഉള്ള മനുഷ്യരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഈ ഇച്ചിരി നിഷ്കളങ്കരാണെന്ന് വിചാരിച്ചു. ആരും ഇച്ചിരി ദേഷ്യമോ അരിശോ പിടിവാശിയോ ഒക്കെ ഉള്ളവരായിരിക്കും. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, ദേഷ്യം, കോപം ഒക്കെ ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് അവരെ നയിക്കും. കാരണം അത് ഉള്ളു നല്ലതായാൽ മതി. ചില വലിയ പ്രശ്നക്കാരുടെ ഉള്ളു നല്ലതായിരിക്കും, അവരെ ദൈവം നയിക്കും. ചിലർ പുറമേ കാണുമ്പോൾ നല്ല മനുഷ്യരെ, അകം വളരെ മോശമായിരിക്കും, അവർക്ക് പരിശുദ്ധാത്മാവ് വരദാനം കിട്ടുകയില്ല. അപ്പോൾ എന്തായാലും ഇതിന് ഞാൻ പറയുന്ന പേരാണ് വഞ്ചന. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇങ്ങനത്തെ വഞ്ചന വല്ലതും ചെയ്തിട്ടുണ്ടോ? ക്രിസ്ത്യാനി ആയിക്കോളാം, ക്രിസ്തുവിനെ അനുഗമിച്ചോളാം എന്ന് പറഞ്ഞ് മാമോദീസ മുങ്ങി ക്രിസ്ത്യാനിയുടെ പേര് സ്വീകരിച്ചു. അതിനുശേഷം അവനവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുക. ഇതിന് പറയുന്ന പേരെന്നാ? വഞ്ചന. മനസ്സിലായോ? ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചോളാമെന്ന് പറയുന്നു, മാമോദീസ മുങ്ങുന്നു, എന്നിട്ട് ക്രിസ്തീയ ജീവിതം പ്രയാസമാണ്, അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ ആഗ്രഹത്തിനും ജീവിച്ചോളാം. നമ്മൾ എന്നാ ക്രിസ്തീയ ജീവിതമാണ് നയിച്ചിട്ടുള്ളത്? ക്രിസ്തുവിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഒന്ന് ചിന്തിച്ച് നോക്കി. നമ്മൾ ജോലി ചെയ്തു, ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി. നമ്മൾ സാമ്പാറും എന്നാ പറയുന്നത്, ഇഡ്ഡലി ഉണ്ടാക്കി കഴിച്ചു, ആർക്ക് വേണ്ടിയാണ്? പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്. നിങ്ങൾ രാവിലെ സാമ്പാറും ഇഡ്ഡലി ഉണ്ടാക്കി കഴിച്ച പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്? അല്ല, നമുക്ക് വേണ്ടി. പിന്നെ നമ്മൾ മക്കൾക്ക് ജന്മം നൽകി, എന്തിനു വേണ്ടിയാണ്? നമുക്ക് വേണ്ടി. മക്കളെ നമ്മൾ പഠിപ്പിക്കാൻ വിട്ടു, ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി. നമുക്ക് ഒരു പിള്ളേർ പഠിച്ചിട്ട് വേണം വിദേശത്തൊക്കെ ഒന്ന് പോകാൻ, യൂറോപ്പൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം പോരാൻ എന്നൊക്കെ വിചാരിച്ചാൽ നമ്മൾ എല്ലാം നമുക്ക് വേണ്ടി. നിങ്ങളുടെ ജീവിതത്തിലേ നിങ്ങൾ കല്യാണം കഴിച്ച് ആർക്ക് വേണ്ടി? ദൈവമേ, ആരും ഇല്ലാതായെങ്കിലോ, ഭർത്താവെങ്കിലും ഉണ്ടാവുമല്ലോ, അതിനു വേണ്ടി. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യത്തിനോ പരിശുദ്ധാത്മാവിനോ യേശുവിനോ എവിടെയാ സ്ഥാനം? പിടികിട്ടിയോ ഞാൻ പറഞ്ഞത്? സത്യത്തിൽ എന്നിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന വാക്കെന്നാ? സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിച്ചു. സാത്താനെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിച്ചു. സാത്താനെ ഞാൻ ഉപേക്ഷിച്ച്, പരിപൂർണമായി ഉപേക്ഷിച്ച് മശിഹായെ ഞാൻ സ്വീകരിച്ചിരിക്കും. മശിഹായെ സ്വീകരിച്ചാൽ അവൻ്റെ വാക്കനുസരിച്ച് ജീവിക്കണ്ടേ? അവൻ്റെ വാക്കെന്നതാ? ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ തന്നെ ശൂന്യനാക്കിയിട്ട് തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കണം. എല്ലാം ഉപേക്ഷിച്ച് എന്നെ അനുഗമിക്കണം. ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക, ധ്യാനം കൂടി ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ ജീവിക്കുമോ? എല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നെ അനുഗമിക്കണം. ഉപേക്ഷിക്കാൻ പോയിട്ട് ഹൃദയത്തിൽ നിന്ന് അതൊന്ന് കളയാൻ, വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം. നമ്മൾ എൻ്റെ മക്കൾ, വ്യോമേ എൻ്റെ മക്കൾ എൻട്രൻസ് എക്സാം, നീറ്റിൻ്റെ എക്സാം, നമ്മൾ എന്ത് വിഷമം നമുക്ക് കയറിയത്. സത്യത്തിൽ യേശുവിനെക്കുറിച്ച് നമ്മൾ, ദൈവമേ കാൽവറി ക്രൂശിൽ കിടന്ന് യേശു ദാഹിക്കുന്നു, പെടയുന്നു, അവന് ദാഹം തീർക്കാൻ, ഒരാത്മാവിനെ നേടാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. അങ്ങനെ വല്ല ദാഹമുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഓർക്കുകയാണ്, ഇത്രയും പേര് ധ്യാനത്തിന് എത്ര പേരെന്നെ വന്ന് കണ്ട്, എല്ലാവർക്കും പറയാൻ പ്രാർത്ഥന, ഒറ്റ ആൾ മാത്രമേ പറഞ്ഞുള്ളൂ, എനിക്കൊരു നല്ല കുമ്പസാരം എടുക്കാനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കണം. ഒറ്റയാളെ പറഞ്ഞുള്ളൂ. ബാക്കി എല്ലാവരും പറഞ്ഞു എനിക്ക് കടബാധ്യതയുണ്ട്, IELTS പരീക്ഷ, മറ്റേ പരീക്ഷ, അങ്ങനത്തെ. യേശുവിനെക്കുറിച്ച് ഒറ്റ
പറ്റിയ ആളെ ഒന്ന് പറഞ്ഞു. കണ്ടോ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനി ആയിക്കോളാം തീരുമാനം എടുത്ത് എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചോളാം തീരുമാനം എടുത്തിട്ട് എല്ലാം തോളെ വെച്ചോണ്ട് യേശുവിനെ കാണാൻ വരും. ഇടയ്ക്ക് കർത്താവ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? പള്ളിക്കകത്ത് വരും ഞായറാഴ്ച, സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? ക്ഷീണമൊക്കെ മാറിയോ? കുരിശേ കിടന്നതിൻ്റെ കയ്യിലെ മുറിവൊക്കെ ഉണങ്ങിയോ? ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടോ? അടുത്ത ഞായറാഴ്ച ഇനിയും കാണാൻ കേട്ടോ. ഗുഡ് ബൈ. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പോവുക. യേശുവിന് വേണ്ടി നിങ്ങൾ പോകണം. അപ്പം നിങ്ങളുടെ കാലുകൾ ബലപ്പെടും. യേശുവിന് വേണ്ടി നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങണം. നിങ്ങളുടെ ബുദ്ധിയിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ തുടങ്ങും. യേശുവിന് വേണ്ടി നിങ്ങൾ മക്കളെ വളർത്തണം. ദൈവമേ, നിനക്ക് വേണ്ടി ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞിനെ നിനക്ക് വേണ്ടി ഞാൻ വളർത്തുകയാണ്. അവൻ്റെ കൈ കൊടുക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അനുഗ്രഹിക്കപ്പെടും. ദൂരവ്യാപകമായ ഫലം പുറപ്പെടുവിക്കും നിങ്ങളുടെ മക്കൾ. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു അധ്യാപിക, പ്രിയമുള്ളവരെ, പുള്ളിക്കാരത്തി ഇങ്ങനെ ഈ ക്ലാസ്സിൽ കിടന്ന് ഭയങ്കര പ്രശ്നങ്ങളാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രശ്നമല്ല, ഈ പഠിക്കാത്തതിന് ഭയങ്കര വിഷയമാണ്. പഠിച്ചില്ലെങ്കിൽ പുള്ളിക്കാരത്തി ചങ്കരിട്ടാവും. എൻ്റെ ദൈവമേ, ഉമ്മാരൊക്കെ പഠിക്കുന്നില്ല, ചങ്കരിട്ട് അലയ്ക്കുക, ഇങ്ങനെ മേശക്കെട്ടിടിക്കുക, നീയൊക്കെ എന്തിനാണ് ജീവിക്കുന്നതൊക്കെ ചോദിക്കുക. ഞങ്ങളിങ്ങനെ പിന്നെ ഇടയ്ക്ക് പിണങ്ങി സ്റ്റാഫ് റൂമിൽ പോയിരിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിക്കും, ഈ തള്ളയ്ക്ക് വേറൊരു പണിയില്ലേ? ഇത് പഠിച്ചാൽ ഞങ്ങൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ശമ്പളം കിട്ടത്തില്ലേ എന്നൊക്കെ ഞങ്ങളിങ്ങനെ മനസ്സിൽ ചിന്തിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പ്രിയമുള്ളവരെ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളെല്ലാം ഇങ്ങനെ ചെയ്ത്, നമ്മൾ ആൺപിള്ളേരായിട്ട് ഈ സ്കൂളിൽ ജീവിച്ചിട്ട് ഒരു സമരം പോലും ഉണ്ടായില്ലല്ലോ. നമ്മുടെയൊക്കെ പൂർവ്വപിതാക്കന്മാരുടെ കാലത്ത് പ്രിയമുള്ള 5, 8, 10 സമരമാണ് ഒരു വർഷം. മിക്കവാറും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ചേട്ടനൊക്കെ മിക്കവാറും ഞാൻ സ്കൂളിൽ പോയിട്ട് കഷ്ടപ്പെട്ട് വായും തൂക്കി വരുന്ന സമയത്ത് ചേട്ടൻ പറയും, ഞങ്ങൾക്ക് സമരമാണ്, ഒരാഴ്ചത്തിന് അടവാണ്. ഞാനെന്നേരം ഓർക്കും, ദൈവമേ, ഈ സ്കൂളിൽ എന്നാ ഇനി ഒന്ന് പഠിക്കാൻ പറ്റുന്നത്? സമരമുള്ള സ്കൂളിൽ മിക്കവാറും അവധിയാണ്. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സമരമൊന്നുമില്ല. ഞങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു, എടാ, ഒരു സമരം ഇല്ലാതെ, ഒരു സമരം പോലും ഇല്ലാതെ എങ്ങനെയാണ്? അങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഹെഡ് മിസ്സസ് വന്നില്ല. ഞങ്ങൾ ഓർത്തെന്നാൽ ഇന്നൊരു സമരം ഇറങ്ങിയേക്കാം. അപ്പോഴാണ് ഒരു പയ്യൻ വന്ന് പറഞ്ഞത്, ബസ് കണ്ടക്ടർ തെറി പറഞ്ഞത്, എന്നാൽ പിന്നെ സമരം ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സമരം അങ്ങ് പ്രഖ്യാപിച്ച്. അങ്ങനെ സമരം പ്രഖ്യാപിച്ച് ഇപ്പോൾ ചാർജ് വഹിക്കുന്ന അധ്യാപകൻ്റെ എഴുതി കൊണ്ട് കൊടുത്തു, സമരമാണിന്ന്. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് പുറത്തോട്ട് ചാടി ഓരോ ക്ലാസ്സിൽ വന്ന് ഓരോ ക്ലാസ്സിലെ പിള്ളേരെയൊക്കെ ഇറക്കി വാ എല്ലാവരും ഇറങ്ങിക്കോ, സമരമാണെന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഞാനും ഉണ്ട് ഫ്രണ്ടിൽ. ഞാൻ നോക്കുമ്പോൾ സ്റ്റാഫ് റൂമിനകത്ത് നിന്ന് നമ്മുടെ ടീച്ചർ ഇങ്ങനെ എത്തിയൊലിഞ്ഞ് നോക്കുക ക്രൂരമായിട്ട്. ഞാൻ കാണാത്ത മട്ടിൽ ഇങ്ങനെ പോയി. അങ്ങനെ അന്നത്തെ ദിവസം സമരത്തിന് ബെല്ലടിച്ച് വിട്ടു. പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നപ്പോൾ മോന്ത ഒരു ഉത്തരമുണ്ട്, കൊട്ട. ഞങ്ങളെ കീഴോട്ട് കുഴിഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞ്, എനിക്ക് ഇത്രയും നാളുണ്ടായിരുന്ന ആത്മാർത്ഥത ഇനി ഉണ്ടാകുകയില്ല, എൻ്റെ ജോലി ചെയ്യുക, അത്രയേ ഉള്ളൂ, എനിക്കൊരു കടമയുണ്ട്, കടപ്പാടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളിക്കാരത്ത് ഭയങ്കര ഞങ്ങൾ കീഴോട്ട് കുഞ്ഞൊക്കെ മിണ്ടാതെയൊക്കെ ഇരുന്ന്. അങ്ങനെ കാലം കഴിഞ്ഞ്. പ്രിയമുള്ളവരെ, അതിനുശേഷം ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇങ്ങ് പോന്നു. പിന്നീട് ഒരിക്കലും ഈ ടീച്ചറിനെ കണ്ടിട്ടേ ഇല്ല. ഞാൻ പിന്നെ ആരെയും കാണാൻ ആഗ്രഹിച്ചുമില്ല. അതിനുശേഷം എനിക്ക് 40-45 വയസ്സായി. ഞാനിതുപോലെ സ്ഥാപനമൊക്കെ തുടങ്ങി. പ്രിയമുള്ളവരെ, സ്ഥാപനം തുടങ്ങി ഒറ്റയ്ക്ക് നിന്നായിരുന്നു ആദ്യകാലങ്ങളിൽ പ്രസംഗം മുഴുവൻ. തിങ്കളാഴ്ച പ്രസംഗം തുടങ്ങിയ വെള്ളിയാഴ്ച വരെ ഒറ്റയ്ക്ക് പ്രസംഗം. കൂടെ ഒരാൾ പ്രസംഗിക്കാനില്ല, അച്ഛന്മാരില്ല. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ വേണമല്ലോ, ഞാൻ പറയുന്നതിൻ്റെ കണ്ടിന്യൂവേഷൻ പ്രസംഗിക്കാൻ പറ്റണമല്ലോ. അങ്ങനെ ആരും ഇല്ലാതെ വിഷമിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് പിള്ളേരെയൊക്കെ ഇവിടുന്നെങ്കിലും കണ്ടുപിടിച്ച് സെമിനാരി വിദ്യാർത്ഥികളാക്കി പഠിപ്പിച്ച് ഈ രീതിയിൽ ഇറക്കണം. അങ്ങനെ പിള്ളേരെ കൊണ്ട് നിർത്തി. ഒരെണ്ണത്തിന് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. പല കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ ചെയ്യത്തില്ല. അവസാനം ഒരു ദിവസം ഞാനിവിടെ നിന്നൊരു കൺവെൻഷന് പോകാൻ നേരത്ത് ഏതാണ്ടൊക്കെ ഗുലുമാലുണ്ടായി. ഞാൻ പിള്ളേരെല്ലാം വിളിച്ച് എഴുതിയിട്ട് എല്ലാത്തിനും വഴക്കെല്ലാം പറഞ്ഞ് ആകെപ്പാടെ എൻ്റെ ശാരീരിക അവസ്ഥയ്ക്ക് തന്നെ മാറ്റം വന്നു. കെമിക്കൽ ആക്ഷൻ വരുമല്ലോ ദേഷ്യപ്പെട്ട. അങ്ങനെ മൊത്തം ശാരീരിക സിസ്റ്റം തന്നെ മാറി. ഞാൻ വണ്ടിയിൽ നിന്ന് പോവുക. ദൈവം തമ്പുരാനെ, യവനൊന്നും നന്നാകത്തില്ല, ഇവനൊന്നും പറഞ്ഞാലും മനസ്സിലാകുകയില്ല. ഈ സ്ഥാപനം ഇത്ര എസ്റ്റാബ്ലിഷ്ഡായി, എനിക്കാണെങ്കിൽ ഷുഗറായി, ഇനിയും വല്ല സൈലൻ്റ് അറ്റാക്കും വന്ന് മരിച്ചു പോയാൽ നാളെ തൊട്ട് ഈ സ്ഥാപനം എങ്ങനെ നടക്കും? ആര് നടത്തും? ഇവന്മാരിത് ഇപ്പം പഠിച്ചാലല്ല കാര്യമുള്ളൂ. അതിന് പകരം ഇത് വായും പൊളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും നടക്കുകയല്ലാതെ ഒരു കാര്യം പഠിക്കുന്നില്ലെന്നോർത്ത് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഞാനിങ്ങനെ ഓർത്തു, അയ്യോ, പണ്ട് ആ മറിയൻ ജേക്കബ് ടീച്ചർ എന്ത് നല്ല സ്ത്രീയായിരുന്നു. അവരെന്ത് കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിച്ച് പഠിയടാന്ന് പഠിപ്പിച്ചപ്പോൾ അന്ന് മനസ്സിലായില്ല ആ സ്ത്രീയുടെ ആത്മാർത്ഥത.
ആ സ്ത്രീയുടെ ആത്മാർത്ഥത ഇന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം എന്താണ്? ഞാൻ ഇന്നിപ്പോൾ ഈ പിള്ളേർ നന്നാകാൻ വേണ്ടി കാണിക്കുന്ന ആത്മാർത്ഥത എന്താണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇതാ ഞങ്ങളൊക്കെ അന്ന് പഠിക്കണമെന്ന് ആ സ്ത്രീ കാണിച്ച ആത്മാർത്ഥതയ്ക്ക് പിന്നിൽ, ആ ആത്മാർത്ഥതയുണ്ട് എൻ്റെ പ്രധാനാചാര്യത്വത്തിൻ്റെ പിന്നിൽ. ഞാനതാ ചിന്തിച്ചത്. ഞാനിന്ന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഈ കാറിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ എന്നെ പഠിപ്പിച്ച ഓരോ അധ്യാപകൻ്റെ ആത്മാർത്ഥത എൻ്റെ ഈ പൗരോഹിത്യത്തിൽ ഞാനല്ല, എനിക്ക് എൻ്റെ കൂടെ അവരുടെ വാക്കുകളും അവരുടെ ജീവിതവും കൂടി ഉണ്ട്. ഞാനങ്ങനെ ആ ടീച്ചറിനെ കുറിച്ച് ഓർത്ത് എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞ് ഞാൻ പിറ്റേ ഞായറാഴ്ച പ്രിയമുള്ളവരെ പ്രസംഗിച്ച്, ഞാനിത് പ്രസംഗിച്ചത് TV കൂടെ വന്നു, ചാനലിൽ കൂടെ വന്നു. എല്ലാ ടീച്ചർമാരും എന്ത് ചെയ്ത് ഇത് കണ്ട് വെച്ച് വിളിച്ച് പറഞ്ഞു. എന്ത് പറഞ്ഞെന്നറിയോ? ഇതാ ഈ മറിയാമേ, നീ രക്ഷപ്പെട്ടടി, നീ പഠിപ്പിച്ചത് ഒരാൾ തിരുമേനിയായിട്ട് ഇപ്പം നിന്നെക്കുറിച്ച് പ്രസംഗിച്ചെന്ന് പറഞ്ഞു. ഉടനെ പുള്ളിക്കാരത്തിക്ക് സന്തോഷമായി. പുള്ളിക്കാരത്തി ഫോണിൽ എന്നെ വിളിച്ച് ഇവിടെ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഒരച്ഛൻ്റെ മകളാണ്, ഞാൻ മർത്തോമാ സഭയിലൊരു അച്ഛൻ്റെ മകളായിരുന്നു. എന്നെ അതിശയിപ്പിച്ച് കളഞ്ഞു. കണ്ടോ, ഒരു വൈദികൻ്റെ കൂടെ നിന്ന് ആ മകള് ഇതാ പരിശീലിച്ചപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, കാരണം സുവിശേഷ ശുശ്രൂഷയല്ല ചെയ്തത്, തൻ്റെ ജോലിയിൽ 100% ആത്മാർത്ഥത കാണിച്ചപ്പോൾ ആ ആത്മാർത്ഥത ആർക്ക് വളമായി? എൻ്റെ ഈ പ്രധാനാചാര്യത്വത്തിന് വളമായി ആ സ്ത്രീയുടെ ആത്മാർത്ഥത. നിങ്ങളൊരു നേഴ്സാണെങ്കിൽ ഒരു നേഴ്സിൻ്റെ ആത്മാർത്ഥത, ഒരു ഡോക്ടറാണെങ്കിൽ നിങ്ങൾ സുവിശേഷമൊന്നും പറയണമെന്നില്ല, ആ നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥത, പ്രിയമുള്ളവരെ, അത് ഇതാ സമൂഹത്തിൻ്റെ നന്മയ്ക്കൊരു വളവാകും. ഇന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പല ഡോക്ടർമാരുമുണ്ട്. ക്രിസ്ത്യാനി ഡോക്ടർമാരെക്കാളും ആത്മാർത്ഥത കാണിക്കുന്നത് ഹൈന്ദവ ഡോക്ടർമാർ. ഞാൻ ഇന്നാൾ മെഡിക്കൽ കോളേജ് ആശുപത്രി കഴുകാനായിട്ട് ഇവിടുന്ന് പിള്ളേരെയും കൊണ്ടുപോയി. അപ്പോൾ അവിടുത്തെ സൂപ്രണ്ട് മർത്തോമാ സഭയിലൊരു സഹോദരനാണ്. അദ്ദേഹം ആ ഡോക്ടറിനോട് പറയുകയായിരുന്നു. ഒരു ഡോക്ടറെ ചൂണ്ടിയിട്ട് പറഞ്ഞു, എന്നെ ഡോക്ടർമാരെ പരിചയപ്പെടുത്തുകയാണ്. മെഡിക്കൽ കോളേജിലെ ഒരു ഹൈന്ദവനായ ഡോക്ടറെ പരിചയപ്പെടുത്തുന്നത്, ഇദ്ദേഹമാണ് ഈ മെഡിക്കൽ കോളേജിൽ ജീവിക്കുന്ന ദൈവം. കണ്ടോ, പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി എത്ര ത്യാഗമെടുക്കുന്ന ജീവിക്കുന്ന ദൈവമാണ് ഈ മെഡിക്കൽ കോളേജിൽ. കണ്ട, അതുപോലെ എത്രയോ ഡോക്ടർമാർ. ഡോക്ടർ ഗംഗാധരൻ ഒരു ഹൈന്ദവനാണ്, അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ. ഒരു ക്രൈസ്തവ സ്ഥാപനത്തിനുണ്ടോ ഈ സാക്ഷ്യം? ക്രൈസ്തവരായ ഡോക്ടർമാർക്കുണ്ടോ? അതാ പ്രിയമുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ക്രിസ്തീയ സാക്ഷ്യം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ വഹിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് സഭാജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുന്നു. ഞാനും നിങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്തിനാ? യേശുവിന് വേണ്ടി, യേശുവിന് വേണ്ടിയാണ്. നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്ന യേശുവിന് വേണ്ടിയായിരിക്കണം. നിങ്ങൾ കോളേജിൽ പോയി പഠിക്കുമ്പോൾ യേശുവിന് വേണ്ടിയായിരിക്കണം പഠിക്കുന്നത്. നിങ്ങൾ യേശു ക്രിസ്തുവിന് സാക്ഷിയായിരിക്കണം അവിടെ.